ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുജാതാസ് കുക്കിംഗ് മാജിക്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി ചിക്കൻ ടിക്ക ബിരിയാണിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 3/4 കിലോ ചിക്കൻ നന്നായി കഴുകി വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുത്തത്, 2 ടേബിൾ സ്പൂൺ തൈര്, അധികം പുളിയില്ലാത്ത തൈര്, ഒരു നാരങ്ങയുടെ നീര്, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, എല്ലാം കൂടി കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് ഇത് ഏകദേശം ഒരു 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുന്നതാവും. കൂടുതൽ സമയം ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും ടേസ്റ്റായിരിക്കും ഇത്. ഇനി നമുക്ക് ഏകദേശം 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചിക്കൻ നമ്മൾ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ ഡീപ്പ് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. വീണ്ടും നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് പീസ് എടുക്കാം. ഞാനിവിടെ എല്ലുള്ള കഷ്ണങ്ങൾ തന്നെയാണ്. ബിരിയാണിക്കൊക്കെ എല്ലുള്ള കഷ്ണങ്ങൾ എടുക്കുന്നതാണ് ഏറ്റവും രുചികരം. ഇനി നമുക്കത് ഒരു സൈഡിൽ ഒരു ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വെച്ച് ഫ്രൈ ചെയ്യാൻ വെക്കാം. ഇനി മറ്റൊരു അടുപ്പത്ത് നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 2 വലിയ ഉള്ളി ചെറുതായി നേരിയതായി കട്ട് ചെയ്തെടുത്തത് നമുക്കൊന്ന് അതിലിട്ട് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് ചുവപ്പ് നിറമാകുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്ത സ്റ്റൗവിൽ തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം. ഇതൊന്ന് പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ പച്ചമുളക് അധികമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. 1 പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ആവശ്യമായ മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 തക്കാളി, ഒരു മീഡിയം സൈസ് 2 തക്കാളി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് തക്കാളിയൊക്കെ നല്ലോണം വെന്ത് കിട്ടാൻ വേണ്ടി അടച്ചു വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായ മസാലകളൊക്കെ ഇതിലേക്കും കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇവിടെ 1 ടീസ്പൂൺ മുളക് പൊടി വീണ്ടും ചേർത്ത് കൊടുക്കാം. നമുക്ക് ചിക്കൻ മസാല തയ്യാറാക്കി എടുക്കേണ്ടതാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. നമ്മൾ ഓൾറെഡി മസാലകളൊക്കെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതായാലും ചതച്ചെടുത്തതായാലും മതി. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്.
ഏകദേശം ഒരു 1/4 കപ്പോളം, ഒരു 4-5 ടേബിൾ സ്പൂൺ തൈര് കൂടി ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായി മിക്സ് ചെയ്തെടുക്കുന്നു. ഇനി നമുക്ക് വറുത്ത് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ ചിക്കൻ കഷ്ണങ്ങൾ നല്ലവണ്ണം കുക്കായിട്ടുണ്ട്. ഇനി ഇത് മസാലയിൽ കിടന്നുകൂടി ഒന്ന് കുക്കാവണം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളിലൊക്കെ നന്നായി മസാല പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്തത് കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിനയിലയും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൽ പുതിനയില ചേർക്കുന്നില്ല, മല്ലിയിലയാണ് കാര്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കൊരു 10 മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചോറ് തയ്യാറാക്കിയെടുക്കാം. ഞാൻ ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് നമ്മുടെ ചിക്കൻ റെഡിയായിരുന്നു, അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കഷ്ണം ഗ്രാമ്പു, അതുപോലെ തന്നെ 2 കഷ്ണം പട്ട, കുറച്ച് 1 ടേബിൾ സ്പൂൺ ഉള്ളി നേരിയതായിട്ട് അരിഞ്ഞത്, ഒരു വഴനയില, ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇവിടെ ഞാൻ 2 ഗ്ലാസ് അരിയാണ് ഇതിനു വേണ്ടി ചോറിന് വേണ്ടി എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അതിന് 4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു സൈഡിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ചോറിന് വേണ്ടിയിട്ടുള്ള 4 ഗ്ലാസ് വെള്ളം ഒന്ന് വഴറ്റിയതിന് ശേഷം, അരിയൊന്ന് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതായിരിക്കും എങ്ങനെയാണ് നെയ്ച്ചോറിൻ്റെ റൈസൊക്കെ ഉണ്ടാക്കുന്നതെന്ന്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ഇതിൻ്റെ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ബിരിയാണി ഒന്ന് ദം ചെയ്തെടുക്കാം. ഈ പാത്രത്തിൽ നിന്ന് നമ്മൾ കുറച്ച് റൈസ് കോരി വെച്ചു. ഞാനിവിടെ ബിരിയാണിക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ മസാല കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ലെയറായിട്ടുണ്ട്. വീണ്ടും മൂന്നാമത്തെ ലെയറായിട്ട് ചോറ് ചേർത്ത് കൊടുക്കാം. ചോറ് നമ്മൾ ആദ്യം അടിയിൽ ലെയറായിട്ടു, അതിൻ്റെ മുകളിൽ ചിക്കൻ ചേർത്ത് കൊടുത്തു, വീണ്ടും ചോറ് ലെയറായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നെയ്യ് കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില അതുകൂടി ചേർത്ത് കൊടുക്കാം. 1-2 ചിക്കൻ കഷ്ണങ്ങളും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം. ഒന്ന് നല്ലവണ്ണം ടൈറ്റ് മൂടി കൊണ്ട് അടച്ച് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ടിക്ക ബിരിയാണി, അടിപൊളി ചിക്കൻ ടിക്ക ബിരിയാണി ഇവിടെ സെർവ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഇത് എത്ര ടേസ്റ്റിയാണെന്ന്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവൂ. താങ്ക് യു ഫോർ വാച്ചിങ്.